കാണുന്നതല്ല സ്വപ്നം. നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഗവേലിയർ, ടോസ്റ്റ് മാസ്റ്റർമാരെ, മറ്റ് ഗവേലിയർമാരെ, വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും എന്റെ നമസ്കാരം. 2003 സെപ്റ്റംബർ 25 ദീപങ്ങൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലങ്കരിച്ച കോഴിക്കോട് നഗരം കൂടുതൽ സുന്ദരിയായി ഏതോ ഒരു മഹാപുരുഷന്റെ വരവനായി തന്നോണം കാത്തുനിൽക്കും. അന്ന് കൃത്യം 3:15 നവീദ് എന്ന ഞാൻ ഭൂജാതൻ. നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് ഓ പിന്നെ എന്ന ഭാവം തെളിയുന്നത് എനിക്ക് നന്നായിട്ട് കാണാം. കോഴിക്കോട് നഗരത്തിന്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുന്ന ആ ദിവസം, അതെ, ആ നഗരം കാത്തിരുന്നത് നമ്മൾ ഓരോരുത്തരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വരവായി. അതേ ദിവസം അതേ നഗരത്തിൽ എനിക്ക് ജനിക്കാനായതിൽ എന്നും എപ്പോഴും ആഹ്ലാദവും അഭിമാനവും ഉണ്ടാക്കും. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭാവിയിൽ ആരാകണമെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു JCB ഡ്രൈവർ ആകണമെന്ന്. എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന വലിയ സാധനം അന്ന് എനിക്ക് വല്ലാത്ത കൗതുകം തന്നെയായിരുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് എല്ലാവരുടെയും പോലെ എന്റെ സ്വപ്നങ്ങൾക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇന്ത്യയുടെ മിസൈൽ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ മഹാമനുഷ്യനോട് എനിക്ക് വലിയ ആരാധനയായിരുന്നു. പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ചെറിയ പുസ്തകങ്ങളും വചനങ്ങളും ഒക്കെ വായിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം എന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. എനിക്കറിയാം, എന്റെ പ്രായത്തില് ഏതൊരു കുട്ടിയുടെയും ആരാധ്യ പുരുഷൻ അദ്ദേഹം തന്നെ ആയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് മാത്രമേ ഒരു രാജ്യത്തിന്റെ ഭാവി മാറ്റാൻ കഴിയൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അവുൽ പാക്കിർ ജലീൽ ആബിദീൻ അബ്ദുൽ കലാം 1969 ISROയിൽ എത്തിയതും SLV-3യുടെ നിർമ്മാണവും ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെയും സ്വയപ്രയത്നത്തോടെയും നേടിയത് തന്നെയാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളും എഴുതിയ പുസ്തകങ്ങളും ഒന്നും എണ്ണി പറഞ്ഞാൽ തീരാത്തവയാണ്. അദ്ദേഹത്തിന്റെ രാജ്യം ഭാരതരത്നയും പത്മഭൂഷണും ഒക്കെ നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ മുമ്പും ശേഷവും നമ്മൾക്ക് പ്രസിഡന്റുമാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെയും സാധാരണക്കാരുടെയും മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന കലാമിന് നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ജനങ്ങളുടെ പ്രസിഡന്റ് എന്ന പദവി. ആ പദവി എന്നും അദ്ദേഹത്തിൻ്റെത് മാത്രമായിരിക്കും. 2002 ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റായ അദ്ദേഹം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഭാഷയ്ക്കും ഒക്കെ അതീതനായിരുന്നു. UN ആ മഹാത്മാവിന്റെ ജന്മദിനം വേൾഡ് സ്റ്റുഡൻസ് ഡേ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളം കുളിർത്തു കാണും. തീർച്ച. യൂറോപ്യൻ പാർലമെന്റിലെ സുവർണ ജൂബിലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ ഓരോരുത്തരെയും അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നതായിരുന്നു അത്. ഒരു ശാസ്ത്രജ്ഞനും ഭരണാധികാരിയും കവിയും ഒക്കെ ഒരു മനുഷ്യനിൽ കൂടിയ അതുല്യ പ്രതിഭ എന്നാണ് യൂറോപ്യൻ പാർലമെന്റ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്താനുള്ള ആ കഴിവും ഉത്സാഹവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അറിവ് പകർന്നുകൊണ്ടുള്ള ഒരു അന്ത്യയാത്ര. അദ്ദേഹത്തിന്റെ മരണശേഷം കുറെ പുസ്തകങ്ങളും കുറച്ച് വസ്ത്രങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമെന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്നും കൂടെ തുന്നിയാണ് ഉപജീവനം നടത്തുന്നതും എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞതേക്കാൾ 1000 മടങ്ങ് അറിയാനുണ്ടെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ രാജ്യത്തിന് നികത്താനാവാത്ത വിടവായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സൃഷ്ടിച്ചതെങ്കിൽ ഇന്ത്യയിലെ ഓരോ യുവാവിനെയും ഉറക്കം കെടുത്തുന്ന സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ അദ്ദേഹത്തിനായി.
2020 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാനുള്ള ആ മഹാമനുഷ്യന്റെ സ്വപ്നം സഫലമാക്കേണ്ടത് ഇനി നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ആ അഗ്നിച്ചറകുള്ള മഹാത്മാവിന്റെ അറിവിന്റെ ജ്വാലയ്ക്ക് മുന്നിൽ ഒരു മിന്നാമിനിങ്ങന്റെ നുറുങ്ങോട്ടമെങ്കിലും ആവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ തിരികെ ഇന്നത്തെ കേരളത്തിൽ